വ്യാജ വാർത്തയിൽ നിയമ നടപടിയുമായി പി.കെ. ശ്രീമതി 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. കർമ്മ, ഭാരത് ലൈവ് തുടങ്ങിയ മാധ്യമങ്ങൾക്കാണ് അഡ്വക്കേറ്റ് വി.പി. ശശീന്ദ്രൻ മുഖേന നോട്ടീസ് അയച്ചത്. ജനം, ജന്മഭൂമി, സുദിനം, ഡെയിലി ഹണ്ട് എന്നിവർക്കും വക്കീൽ നോട്ടീസ് അയക്കും. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് ശ്രീമതി. തീർച്ചയായിട്ടും കൂടുതൽ കടുത്ത നിയമ നടപടികളിലേക്ക് തന്നെയാണ് പി.കെ. ശ്രീമതി കടക്കുന്നത്. നേരത്തെ പോലീസിന് നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമൊക്കെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തെളിവെടുക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പുറമെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് കൂടി ഈ മാധ്യമങ്ങൾക്കെതിരെ പി.കെ. ശ്രീമതി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് വി.പി. ശശീന്ദ്രൻ മുഖേനയാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളായിട്ടുള്ള കർമ്മ ന്യൂസ്, അതുപോലെ തന്നെ ഭാരത് ലൈവ് തുടങ്ങിയിട്ടുള്ളവർക്കാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിന് പുറമെ ജനം, ജന്മഭൂമി, സുദിനം, ഡെയിലി ഹണ്ട് എന്നിവർക്കും വക്കീൽ നോട്ടീസ് അയക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും വിട്ടുവീഴ്ചയില്ല, ഈ വ്യാജ വാർത്തയിൽ മാപ്പില്ല എന്നുള്ള കാര്യം പി.കെ. ശ്രീമതി വ്യക്തമാക്കിയതാണ്. ആ അർത്ഥത്തിൽ കൂടുതൽ കടുത്ത നിയമ നടപടിയിലേക്ക് തന്നെയാണ് പി.കെ. ശ്രീമതി ഇപ്പോൾ കടക്കുന്നത്. ഓക്കെ, കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് പി.കെ. ശ്രീമതി. അർജുൻ കല്യാടാണ് വിശദമായ വിവരങ്ങൾ.